ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് കൊണ്ടുള്ള ഹൽവയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ക്യാരറ്റ് ഹൽവയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വെറും 15 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സാധാരണ ഹൽവ ഉണ്ടാക്കുന്നതിനേക്കാട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രമല്ല എടുക്കുന്നത്, ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ ക്യാരറ്റ് മുഴുവനായിട്ട് നമ്മൾ ഹൽവയിലോട്ട് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിന് ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഇതാവുമ്പോൾ നമുക്ക് പാൽ പിഴിയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഹൽവ അതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഹൽവ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ക്യാരറ്റ് അവിടെ ഇവിടെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കണം, എന്നാലേ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് പിസ്ത ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നമുക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ല പാല് പോലെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അധികം തിക്കാവാനും അധികം ലൂസാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കുന്നത് ആ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മുതൽ 3 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റാൻ പാടില്ല. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവരുത്, കാരണം നമ്മളിതിലേക്ക് യാതൊരു ഫുഡ് കളറും ചേർക്കുന്നില്ല. ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറ്, ക്യാരറ്റിൻ്റെ നാച്ചുറലായിട്ടുള്ള കളർ തന്നെയാണ് നമ്മുടെ ഈ ക്യാരറ്റ് ഹൽവക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അധികം നേരം വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന സമയത്ത് കുക്കായിക്കോളും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം, അതല്ല കുറവ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിപ്പം കറക്റ്റ് മധുരമാണ് കിട്ടുന്നത് ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ലൂസാവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൽ നന്നായിട്ട് പഞ്ചസാര പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പഞ്ചസാര മെൽറ്റായിട്ട് ക്യാരറ്റിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാൻ പോകുന്നത്. കാരണം ഇതങ്ങനെ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് അധികം നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ കൂടി ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴുള്ള ഒരു കണ്ടീഷനാണിത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബദാം ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരു 10 മിനിറ്റൊക്കെ ആയപ്പോഴുള്ളൊരു കണ്ടീഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഹൽവ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി തിന്നുന്ന ആ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതാ ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സ് നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഹൽവ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ ആരും മറക്കരുത്. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.